ഞായറാഴ്ച ദേ പാറമോള് ഡാൻസും കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കടയിലേക്ക് വന്നു. ഞാൻ ഈ കടയിലേക്ക് വന്നത് പോകുമ്പോൾ എത്ര മണിയായിരുന്നു അറിയോ? രാത്രി 11 മണി. ഞാൻ ശ്രീജേട്ടന് മാത്രമായിരുന്നു അന്ന് കടയിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല പണിയായിരുന്നു. അങ്ങനെ അച്ചുമോനെ ഞാൻ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ വണ്ടിയുടെ ഓയിലൊന്ന് മാറ്റണം. അപ്പോൾ ഓയിൽ മാറ്റാനായിട്ട് ഞാനും അച്ചുമോനും കൂടി പോയതാണ്. ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. എന്ത് ഭംഗിയാണ് നമ്മുടെ നാട് കാണാനല്ലേ, നമ്മുടെ പട്ടിക്കാട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്ന് കുറച്ച് സിപ്പപ്പ് വാങ്ങിച്ചു കൊടുത്ത് അച്ചുമോനെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. പിന്നെ അച്ചുമോൻ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ. ഞാനും ശ്രീജേട്ടനും കടയിലായിരുന്നു. സിപ്പപ്പ് കിട്ടിയപ്പോൾ പാറമോൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമായി. പിന്നെ അച്ചമ്മയ്ക്കും പാറമോൾക്കൊക്കെ സിപ്പപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ മുറ്റത്തൊരു ചാമ്പ ഉണ്ട് കേട്ടോ. അതുമ്പോൾ ചാമ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പാറമോള് പൊട്ടിച്ചെടുത്ത് കഴുകിയെടുത്ത് അതിൽ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് തിരുമ്പി വെച്ചു കേട്ടോ. അങ്ങനെ അവൾ എല്ലാവർക്കും കൊടുത്തു. ഞാനും ശ്രീജേട്ടന് രാത്രി വരുമ്പോഴും ഇതവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാറ്റി വെച്ചതാണ്. അങ്ങനെ പാറുവിന് ഒരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ അച്ചുചേട്ടൻ പേപ്പർ കൊടുത്തപ്പോൾ ഒരാൾ തൊട്ട് നിറയെ വെച്ചിട്ടാണ് മേടിക്കുന്നത്. അത് കണ്ടാൽ വിചാരിക്കും യുദ്ധത്തിന് പോവാന്ന്. പക്ഷെ ഇതൊരു അസൈൻമെന്റ് ആണ് കേട്ടോ. ഫ്ലാഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ DPP എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൽ ഉള്ളപ്പോൾ ഇതുപോലെയായിരുന്നു കേട്ടോ. ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. അതുപോലെയാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. പാറുമോള് സ്കെയിലില്ലാണ്ടല്ല കേട്ടോ ഇത് വെച്ച് വരയ്ക്കുന്നത്. ഇത് അച്ചുമോൻ്റെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതെടുത്തിട്ടാണ് പാറു വരയ്ക്കുന്നത്. അങ്ങനെ പാറു അത് സ്കെച്ച് കൊണ്ടാണ് ഇരുന്ന് വരച്ചത് കേട്ടോ. ഒരുപാട് സമയം എടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തു ഇവിടെ ക്രയോൺ ഉണ്ടെന്ന്. പക്ഷെ പാറു അത് കണ്ടില്ല. പാവം എൻ്റെ മോള് കുറേ സമയം എടുത്ത് ഇതൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് വീട്ടിൽ ഇതേ അമ്മ ഒരു ബാറ്റ് വന്നു എന്ന് പറഞ്ഞാൽ വിളിച്ചത് കേട്ടോ. ഈ ഒരു വവ്വാല് അത് ചത്തിട്ടുണ്ടായിരുന്നു പാവം. അപ്പോൾ അവർ അതിൻ്റെയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണ് കേട്ടോ. അങ്ങനെ അതിനെയൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ വൃത്തിയാക്കി. പാറുവിനെ അത് കണ്ടപ്പോൾ വിഷമമായിട്ടോ അമ്മ അത് ചത്തു അമ്മയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് പാറുമോൾ ഫ്ലാഗൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അശോക ചക്രമൊക്കെ കണ്ടോ. പക്ഷെ എൻ്റെ മോൾ തന്നെ ചെയ്താട്ടോ. എനിക്കിത് കണ്ടപ്പോൾ പിന്നെ പാവം തോന്നി. കാരണം അവളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി പാറമോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചുമോനെ എടുക്കുന്നത് എന്താണെന്നറിയോ? ഇന്ന് വാർത്തയിൽ കണ്ടു മൂണിൻ്റെ ഏറ്റവും അടുത്ത് ജൂപ്പിറ്റർ വരുന്നൊരു ദിവസമാണ്. അതാണ് ഈ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫ്ലാഗൊക്കെ മേശമ വെച്ച് എൻ്റെ മോൾ ഉറങ്ങിയിട്ടോ. ഞാൻ രാത്രി വന്നപ്പോൾ ഞാനൊരു സ്ട്രോ കൊടുന്ന് അങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. എന്തായാലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമവും തോന്നി. കാരണം ഞാനുണ്ടായിരുന്നില്ലല്ലോ അവളെ സഹായിക്കാൻ. എങ്കിലും അവളതൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അതാ കിടന്ന് ഉറങ്ങി. ഇനി വേറെ വർക്ക് ഉണ്ടെങ്കിൽ അത് പിന്നെ കാണിച്ചു തരാം കേട്ടോ.